ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടാണ് കെ.പി. ഉദയഭാനു കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ പ്രതികരിച്ചത്. അമ്മമാരെയും അതുപോലെ തന്നെ സഹോദരിമാരെയും പാതിരാത്രിയിൽ വീട് കയറി അവരെ കടന്നാക്രമിക്കുന്ന പോലീസിൻ്റെ നയത്തിനെതിരായിട്ടുള്ള ശക്തമായ താക്കീതായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച്. ഭരണകൂട ഭീകരത എങ്ങനെയുണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് കേരള സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മാധ്യമങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി കൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു സെർച്ച് വാറണ്ട് ഇല്ലാതെയാണ് പോലീസുകാർ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറിയത്. നിയമപരമായ ഒരു നടപടിയും നടപ്പാക്കാതെ ഇത്തരത്തിൽ പാതിരാത്രിക്ക് വീട്ടിൽ കയറുകയും സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ തെരഞ്ഞുപിടിച്ച് കയറുകയും അങ്ങനെ കയറിയ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത് ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ നാടാണ്. അവിടെ പ്രതികരിക്കേണ്ടത് CPMൻ്റെ കടമയാണ്. അവസാന കമ്മ്യൂണിസ്റ്റുകാരനും ജീവിക്കുന്നതുവരെയും ഈ പോരാട്ടം ഞങ്ങൾ തുടരും. അതിന് കള്ളക്കേസെടുത്ത് CPMൻ്റെ നേതാവിനെ തുറുങ്കിലടയ്ക്കാൻ അതിനുള്ള കരിനിയമമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഈ ജില്ലയിലുണ്ടാകും, യാതൊരു സംശയവുമില്ല. കരിനിയമങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല CPM എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. അടിയന്തരാവസ്ഥയ്ക്ക് പോലും CPMനെയും ഇടതുപക്ഷ പാർട്ടികളെയും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ MDMA കച്ചവട കേന്ദ്രമായ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ കരിനിയമങ്ങളെല്ലാം നടപ്പാക്കാൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരെ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും. അവിടെ കുറ്റവാളികളായിട്ടുള്ള നിയമം ലംഘിച്ച സെർച്ച് വാറണ്ടില്ലാതെ അവിടെ വീടുകളിൽ കടന്നു കയറിയ, വീട് പൊളിച്ചു കയറിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാതെ അതിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ CPM നേതാക്കന്മാർക്കെതിരെ 2 കേസുകൾ എടുത്തു. ഒരു കേസിൽ 100ഓളം ആളുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക കേസിലാണ് കെ.പി. ഉദയഭാനു, അദ്ദേഹം പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ തടസ്സപ്പെടുത്തിയത്? അവിടെ പോലീസിനെതിരെ അക്രമം ഉണ്ടായിട്ടില്ല. അവിടെ പോലീസ് ഉയർത്തിയ ബാരിക്കേഡിനപ്പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ജനാധിപത്യ വിരുദ്ധമായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരല്ല ഞങ്ങൾ പറഞ്ഞു ഇതൊരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ ആ പ്രക്ഷോഭണത്തിലൂടെ ഉയർത്തിയത്. പക്ഷേ ഇങ്ങനെയുള്ള കള്ളക്കേസുകൾ എടുത്ത് CPM നേതാക്കന്മാരെ തടവറയിലാക്കി പ്രതിഷേധ ശബ്ദം തടയുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ സമരത്തിൻ്റെ രൂപങ്ങൾ മാറ്റും. കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക്, നടപടിയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. അതെ, വാദി പ്രതിയാവുന്ന അവസ്ഥയാണിപ്പോൾ കേരളത്തിലുള്ളത്. നിതിൻ ഒരു കോളേജ് അധ്യാപകൻ കൂടിയാണ്, CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അർജുൻ ആയങ്കയെ കണ്ണൂരിൽ പോലീസ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് പാതിരാത്രിയിൽ ഈ തെരുവ് ഗുണ്ടായിസം പോലീസ് നടത്തിയത്. അപ്പോൾ ഇവിടെ അച്ചടക്കമുള്ളൊരു പോലീസ് കേരളത്തിലുണ്ടോ? അച്ചടക്കമുള്ളൊരു പോലീസ് കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ പോലീസിനെ വഴിപഴപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് രാജിനെതിരായിട്ടുള്ള പ്രതിഷേധം. അവിടെ സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധ ജനങ്ങളാണ് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുമ്പിൽ നിന്ന ഇരയാണ് നിതിൻ. അവിടെ ഒരു ഇരയാണ്. നിതിൻ്റെ വീടാണ് ആദ്യം റെയ്ഡ് ചെയ്തത്. ആ ഇരയാണ് പ്രതിയാക്കിയിരിക്കുന്നത്. ഇത്ര വിചിത്രമായ ഒരു ജനാധിപത്യമാണ് കേരളത്തിൽ ഇന്ന് ഈ പോലീസ് രാജിലൂടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, തങ്കമണി എന്ന ആളിൻ്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോഴാണ്
അവിടെ ഉള്ള ആ സ്ത്രീയുടെ കൈക്ക് പോലീസുകാർ പിടിച്ച് മാറ്റുന്ന അവസ്ഥയുണ്ടായത്. അവർ നേരിട്ട് ഞങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. ആ കാര്യത്തിൽ അങ്ങനെ തന്നെ സൂചിപ്പിച്ച് പരാതി കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഇത് സംബന്ധിച്ച് പരാതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവകാശ ലംഘനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് പരാതിയായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പരാതികളെല്ലാം തന്നെ ഞങ്ങൾ നൽകും. ഞങ്ങളത് ഓപ്പണായിട്ട് തന്നെ പരസ്യമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിൽ ആ പരാതി രേഖാമൂലം തന്നെ ആ പരാതികൾ ഇന്നോ നാളെയോ ആ പരാതികൾ നൽകും. മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിലെ ചില കണ്ടന്റുകളൊക്കെ നീക്കം ചെയ്തത് ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരണം നൽകി. സർക്കാരിന് ഇതിൽ റോള് ഇല്ലാന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഒരു ഭീരുവാണ്. വിമർശനങ്ങളെ ഭയപ്പെടുന്ന നമ്മുടെ കേരളം കണ്ട ഒരു ഭീരുവായ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. അതിനപ്പുറത്തേക്കൊന്നും പറയേണ്ടതില്ല. കാരണം ഒരു സോഷ്യൽ മീഡിയ, ഇപ്പം ഞങ്ങളൊക്കെ വളരെ താണ പാർട്ടി പ്രവർത്തകരാണ്. ഞങ്ങൾക്കൊക്കെ ഒരു ദിവസവും 100, 200, 300 സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറി കേൾക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊന്നും ഇതിനെ കൂസാറയില്ല. കാരണം ഇതെല്ലാം ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത്. MDMA കച്ചവടക്കാരൻ 4500 ഫേസ്ബുക്ക് പോസ്റ്റാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇട്ടിട്ടുള്ളത്. അയാൾ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള, ആദ്യം യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധമില്ല എന്നാണ് ഒരു നേതാവ് പറഞ്ഞത്. പിന്നെ ഒരു മന്ത്രി, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പറയുന്നു അയാൾ യൂത്ത് കോൺഗ്രസ്സിൽ എന്നോ മെമ്പറായിരുന്നു. പക്ഷെ പിന്നീടാണ് സാമൂഹ്യ അക്കൗണ്ടുകൾ തുറന്നു നോക്കുമ്പോഴാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടപ്പുറപ്പാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഊണും ഉറക്കവും എല്ലാം എത്രയോ നാളുകളായി തുടങ്ങിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഈ MDMA കേസിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഉപദേഷ്ടാവ് പിടിക്കപ്പെട്ടത്. ഈ മഞ്ഞുമലയുടെ ഉള്ളിലേക്ക് പോയാൽ എത്രയോ ഭീകരമായ സംഭവങ്ങൾ കേരളം ഇനി കാണാൻ വേണ്ടി ഇരിക്കുന്നതെന്നറിയുമോ? ഇന്നത്തെ FIR പരിശോധിക്കുമ്പോൾ KP ഉദയഭാനെ പറ്റി പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി അംഗം എന്നൊക്കെയാണ്. അതായത് സംസ്ഥാന സമിതി അംഗം പോലും പോലീസിന് വ്യക്തതയില്ല. അപ്പോൾ പോലീസ് ആരെങ്കിലും പറഞ്ഞു കേട്ട് FIR ഇതിലേക്ക് മാറിയോ? പോലീസ് അവിടെ റെയ്ഡിനെത്തിയത് ഏതോ കോൺഗ്രസ് നേതാക്കന്മാർ കൊടുത്ത ഇൻഫർമേഷനെ തുടർന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ സർക്കാർ തുടക്കം മുതൽ തുടങ്ങി വെച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ അടിയന്തരാവസ്ഥയ്ക്കാണ് ഈ ആളുകളെ ചൂണ്ടിക്കാട്ടി അവരെ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച് ജയിലിലടയ്ക്കുന്ന അനുഭവം കേരളത്തിലുണ്ടായിട്ടുള്ളത്. അത് അടിയന്തരാവസ്ഥയ്ക്കാണ്. ഈ അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു മുണ്ടുടുത്ത മോദിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറുന്നു എന്നുള്ളതാണ് അപഹാസ്യമായ കാര്യം.